സൃഷ്ടികളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് നമ്മുടെ സ്വന്തം ഉമ്മമാരെയാണ്. നമുക്ക് മാത്രമല്ല, ദുനിയാവിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഏറ്റവും കൂടുതൽ വിശ്വാസം അവയുടെ ഉമ്മയെ അല്ലെങ്കിൽ അമ്മയെയാണ്. ആ അമ്മയുടെ കൂടെ എങ്ങോട്ട് വേണമെങ്കിലും അത് കടന്നു ചെല്ലുവാനും ധൈര്യപ്പെടുകയും ചെയ്യും. നമുക്ക് ചുറ്റുമുള്ള മൃഗങ്ങളെ നോക്കൂ. അമ്മ പശുവിൻ്റെ കൂടെയായിരിക്കും എപ്പോഴും അതിൻ്റെ കുഞ്ഞുണ്ടായിരിക്കുക. ആടിൻ്റെയും കോഴിയുടെയൊക്കെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. കുഞ്ഞുങ്ങൾ എപ്പോഴും അവയുടെ കൂടെ ഉണ്ടായിരിക്കും. ഇങ്ങനെ അമ്മമാരുടെ അരികു പറ്റി നടക്കുന്ന പശുക്കുട്ടി അല്ലെങ്കിൽ ആട്ടിൻകുട്ടി, ഇതിനെയൊക്കെ കുറിക്കാനാണ് അറബിയിൽ തബീഅ എന്നുള്ള പദം പ്രയോഗിക്കാറുള്ളത്. പിന്തുടരുക എന്നർത്ഥമുള്ള തബിയ, ഇത്തബ തുടങ്ങിയിട്ടുള്ള പദങ്ങളും ഇതിൽ നിന്ന് തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായ ഒരു കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ നടത്തണം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. ഇപ്പൊ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഫോളോ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു അനുകരണമല്ല. നേരെ മറിച്ച് അമ്മ പശുവിന്റെ കൂടെ അതിന്റെ അരികു പറ്റി അതിന്റെ കുഞ്ഞ് നടക്കുന്നത് പോലെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികു പറ്റി നടക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മാത്രവുമല്ല, അതിനു പകരം മറ്റൊരു വഴിയും നമ്മൾ പിന്തുടരരുത്. വിശുദ്ധ ഖുർആൻ യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ എന്നുകൂടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിശാചിന്റെ കാലടികൾ പിന്തുടരരുത്. നേരത്തെ പറഞ്ഞ അമ്മ പശുവിന്റെ കൂടെ കുഞ്ഞു പോകുന്നത് പോലെ പിശാചിന്റെ കൂടെ അതിന്റെ കാലടികൾ പിന്തുടർന്നുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ നിങ്ങൾ വഴി പിഴച്ചു പോകും, നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇതാണ് ഇത്തിബാ എന്നുള്ള പദത്തിന്റെ ഖുർആനിക താല്പര്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.